ആകാശവാണി ദേശീയ കായിക നയം ഖേലോ ഭാരത് നിധിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ സമസ്ത മേഖലകളിലും രാജ്യം മുന്നേറുക എന്ന ലക്ഷ്യവുമായി പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മുൻനിര കായിക രാഷ്ട്രമായി മാറുന്നതിനുള്ള പരിവർത്തന പാതയിലേക്ക് ഇന്ത്യയെ സജ്ജമാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം ദേശീയ കായിക നയം 2025 അംഗീകാരം നൽകുകയും ചെയ്തു. രാജ്യത്തിന്റെ കായിക മേഖലയെ പുനർരൂപകൽപ്പന ചെയ്യുന്നതിനും കായിക വിനോദങ്ങളിലൂടെ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നയമാണ് ഖേലോ ഭാരത് നിധി 2025. 2001 ദേശീയ കായിക നയത്തെ മറികടക്കുന്നതാണ് പുതിയ നയം. 2036 ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ മികവ് പുലർത്തുന്നതിനും ഇന്ത്യയെ ആഗോള കായിക ശക്തി കേന്ദ്രമായി സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള രൂപരേഖ ഈ നയം മുന്നോട്ടുവയ്ക്കുന്നു. കേന്ദ്ര മന്ത്രാലയങ്ങൾ, നിതി ആയോഗ്, സംസ്ഥാന സർക്കാരുകൾ, ദേശീയ കായിക ഫെഡറേഷനുകൾ, കായിക താരങ്ങൾ, കായിക വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവരുമായി നടത്തിയ വിപുലമായ കൂടിയാലോചനകളുടെ ഫലമാണ് ദേശീയ കായിക നയം. കായിക മേഖലയിലെ ലോകത്തെ ആദ്യ 5 രാജ്യങ്ങളിലൊന്നാവാൻ ഈ നയത്തിലൂടെ ലക്ഷ്യമിടുന്നതായി മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അന്താരാഷ്ട്ര കായിക മത്സരങ്ങൾക്ക് ഇന്ത്യയിൽ വേദിയൊരുക്കുന്നതിലൂടെ കായിക വിനോദസഞ്ചാരം വളർത്തുന്നതും പുതിയ നയത്തിന്റെ ലക്ഷ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. खेलो भारत नीति ये बहुत बड़ा आज का एक फैसला है जो देश के लिए एक नया रास्ता बनाने वाला. माननीय प्रधानमंत्री जी ने इन 11 वर्षों में स्पोर्ट्स पे एक अलग तरीके से ध्यान देके और विशेषकर ग्रामीण क्षेत्रों में जो टैलेंट है उसको आगे लाने का एक सिस्टमेटिक तरीके से आगे लाने का प्रयास किया है. उसी कड़ी में ये आज स्पोर्ट्स की पॉलिसी खेलो भारत नीति बनी है. देश में सबसे पहले 1984 में स्पोर्ट्स पॉलिसी बनी थी, फिर 2001 में बनी. 2001 का जो एक्सपीरियंस रहा पिछले 20 वर्षों का और इन 10 वर्षों में जो सुधार हुए उसके बेसिस पे 2025 में आज नई पॉलिसी बनी, अप्रूव हुई, जो कि स्पोर्ट्स के होलिस्टिक डेवलपमेंट के लिए काम में है. हमारे सामने एक विकसित भारत का बड़ा एक गोल रखा हुआ है. इस विकसित भारत को इंक्लूसिव बनाना है और इसके जितने भी आयाम है, चाहे एजुकेशन हो, चाहे स्पोर्ट्स हो, चाहे टेक्नोलॉजी हो, चाहे मैन्युफैक्चरिंग हो, चाहे स्टार्टअप इकोसिस्टम हो, एग्रीकल्चर हो, फार्मास्यूटिकल्स हो, हर क्षेत्र में नए इनिशिएटिव्स लिए जा रहे हैं. खेलो भारत नीति के मेजर ऑब्जेक्टिव रहेगा कैसे भारत 2047 तक टॉप 5 स्पोर्टिंग नेशंस में गिनती हो भारत. ये इसका ओवरऑल एक बड़ा ऑब्जेक्टिव रहेगा. सेकंड रहेगा पीपल्स मूवमेंट बने, फिटनेस के साथ जुड़े, हमारे एजुकेशन पॉलिसी के साथ इसका अलाइनमेंट हो, इकोनॉमिक डेवलपमेंट के साथ जुड़े स्पोर्ट्स, सोशल डेवलपमेंट, समाज के सभी वर्गों का इसमें सभी वर्गों को इससे लाभ मिले. इन सब को ध्यान में रखते हुए ये खेलो भारत नीति बनी है. इसका सबसे पहला कंटूर वो है कैसे हम देश के स्पोर्ट्स को, स्पोर्ट्स पर्सन्स को एक्सीलेंस में लाएं. और इसका बहुत अच्छा एक मेथोडिकल सिस्टम बनाया गया है. सबसे पहला इसका एलिमेंट है टैलेंट को आइडेंटिफाई करना. ग्रामीण क्षेत्रों में, रूरल एरियाज में, शहरों में, सब जगह. ഖേലോ ഭാരത് നിധിയുടെ പ്രധാന ഘടകങ്ങൾ ആഗോളതലത്തിലെ മികവ്, കായിക രംഗം സാമ്പത്തിക വികസനത്തിന്, കായികം സാമൂഹിക വികസനത്തിന്, ജനകീയ പ്രസ്ഥാനമെന്ന നിലയിലുള്ള കായിക വിനോദം, പാഠ്യപദ്ധതിയിൽ കായിക വിനോദത്തിന്റെ പ്രസക്തി, ശക്തമായ നിയന്ത്രണ സംവിധാനത്തിലൂടെയുള്ള ഭരണനിർവഹണം എന്നിവയാണ്. പ്രതിഭകളെ നേരത്തെ തന്നെ തിരിച്ചറിയുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെ താഴെത്തട്ടിൽ നിന്ന് കായിക പരിപാടികൾ ശക്തിപ്പെടുത്തുക എന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കായിക താരങ്ങൾക്ക് സമഗ്രമായ പിന്തുണ എന്നിവയ്ക്കായി ലോകോത്തര നിലവാരമുള്ള സംവിധാനങ്ങൾ സൃഷ്ടിക്കുക ഇവയെല്ലാം ആഗോളതലത്തിലെ മികവിന് അനിവാര്യമാണ്. കായിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുക, പ്രധാന അന്താരാഷ്ട്ര കായിക മത്സരങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുക, കായിക ഉൽപ്പന്ന നിർമ്മാണ മേഖല ശക്തിപ്പെടുത്തുക, ഈ രംഗത്തെ സ്റ്റാർട്ടപ്പുകളെയും സംരംഭകത്വത്തെയും പ്രോത്സാഹിപ്പിക്കുക ഇവയെല്ലാമാണ് കായിക രംഗത്തെ സാമ്പത്തിക വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീകൾ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർ, ആദിവാസി വിഭാഗങ്ങൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്കിടയിൽ
പ്രത്യേക പരിപാടികളിലൂടെ കായിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, തദ്ദേശീയവും പരമ്പരാഗതവുമായ കളികളെ പുനരുജ്ജീവിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് സാമൂഹിക വികസനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവബോധം വളർത്തുന്നതിനും അധ്യാപകർക്കും കായിക അധ്യാപകർക്കും പ്രത്യേക പരിശീലനം നൽകുന്നതിനും ഈ നയം വിഭാവനം ചെയ്യുന്നു. നിയമപരമായ ചട്ടക്കൂട് ഉൾപ്പെടെ കായിക ഭരണ നിർവഹണത്തിനായി ശക്തമായ നിയന്ത്രണ സംവിധാനം സ്ഥാപിക്കുകയും സ്വകാര്യ മേഖലയുടെ ധനസഹായവും പിന്തുണയും ഉറപ്പാക്കുകയും ചെയ്യും. ഖേലോ ഭാരത് നിധിക്ക് മികച്ച പിന്തുണയാണ് കായിക താരങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ നയം രാജ്യത്തിന്റെ കായിക മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്ന് കായിക താരങ്ങൾ പ്രതികരിച്ചു. I would like to congratulate Prime Minister Narendra Modi ji and our Sports Minister and everyone in the country on the occasion of Khelo Bharat Niti Yojana that has been implemented. This is a great platform that our visionary leader Mr. Narendra Modi ji and the Sports Minister and the Sports Authority of India has initiated for our country. This is going to be a benchmark for all the sports persons that are willing and are aiming to bring pride for our country. बहुत बहुत शुक्रिया अदा करना चाहूँगा हमारे पीएम का, हमारे खेल मंत्री का, हमारे एंड डेफिनेटली ये बहुत ही आगे जाके बहुत काम करेगी. नई स्कीम जो है ये ऑब्वियसली 24 इयर्स बाद में ये कोई स्कीम आई है ऐसी जो इंडिया में नए इंफ्रास्ट्रक्चर्स, नए पोडियम्स, नए अच्छे अच्छे खिलाड़ी जो तैयार करेंगे एंड डेफिनेटली ये हमारे उसमें भी काम आएगी जो हम 2036 का ओलंपिक हम कराने की सोच रहे हैं. एंड मैं ऑल द बेस्ट कहना चाहूँगा हमारे मंत्री जी को भी कि ये स्कीम ऐसे ही आगे चलती रहे और हमें इसमें बहुत सारी सुविधाएं मिलें. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി റീജിയണൽ സെന്റർ LNCPE-യിൽ ദേശീയ കായിക നയം ഖേലോ ഭാരത് നിധി 2025 കുറിച്ച് മാധ്യമ സംഗമം സംഘടിപ്പിച്ചു. പരിപാടിയെക്കുറിച്ചും ഖേലോ ഭാരത് നിധിയെക്കുറിച്ചും സായി LNCPE റീജിയണൽ ഹെഡും പ്രിൻസിപ്പലുമായ ഡോക്ടർ ജി കിഷോർ വിശദീകരിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഈയിടെ പുറത്തിറക്കിയ പുതിയ നയരേഖയാണ് ഖേലോ ഭാരത് നീതി 2025. ഈ പുതിയ കായിക നയത്തിന്റെ അന്തസ്സത്ത തന്നെ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ സ്പോർട്സ് എക്കോസിസ്റ്റം എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ കായിക രംഗം അതിനെ ട്രാൻസ്ഫോം ചെയ്യുക, അതൊരു പുതിയ നമ്മളുടെ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക്, നവീന തലങ്ങളിലേക്ക് ഇപ്പോഴുള്ളതിൽ നിന്ന് മാറ്റിയെടുക്കുക. അങ്ങനെ ട്രാൻസ്ഫോർമേഷനാണ് ഇതിന്റെ അന്തസ്സത്ത തന്നെ. കൂടാതെ സ്പോർട്സ് ഫോർ നേഷൻ ബിൽഡിംഗ് എന്നുണ്ട്. രാഷ്ട്ര നിർമ്മാണത്തിന് സ്പോർട്സിനെ ഉപാധിയാക്കുക, അതും അതിന്റെ ഒരു അന്തസ്സത്തയായിട്ട് കാണുന്നു. അപ്പോൾ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ സ്പോർട്സ് എക്കോസിസ്റ്റവും സ്പോർട്സ് ആസ് ഫോർ നാഷണൽ ബിൽഡിംഗും ആണ് ഇതിന്റെ കാതലായ ഉൾക്കാഴ്ച. ഇന്ത്യ പിന്നെ ഒരു സ്പോർട്ടിംഗ് മൂവ്മെന്റ് ആയിട്ട് ഇതെടുക്കാനാണ് ഈ ഖേലോ ഇന്ത്യ നീതി. വെറും ഒരു ഡോക്യുമെന്റ് മാത്രമല്ല, അത് ഇതിലുള്ള കാര്യങ്ങൾ മുഖേന, ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്പോർട്സ് നീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഖേന ഇന്ത്യയിലെ ഒരു പീപ്പിൾസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ് മൂവ്മെന്റ് ആയിട്ട്, ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് എടുക്കാനായിട്ടുള്ള ഒരു നയരേഖയാണിത്. അതിൽ പ്രത്യേകിച്ച് ഇതിന് ഇത്രയും ഒരു മൂവ്മെന്റ് ആക്കി എടുക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രവും ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാഷ്ട്രവും ഇന്ത്യയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പോർട്സ് ഫോർ നേഷൻ ബിൽഡിംഗ്, അതെങ്ങനെ രാഷ്ട്ര നിർമ്മാണത്തിൽ എങ്ങനെ സ്പോർട്സിനെ ഭാഗവൽപ്പാക്കുക, ഹാർനസ് ദ പവർ ഓഫ് സ്പോർട്സ് ഫോർ നാഷൻസ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ്. ഈ കായിക രംഗത്തിന് ഒരു വലിയ ശക്തിയുണ്ട്. അത് യുവാക്കളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതാണ്. അതിൽ നമ്മൾ എത്രയും അധികം യുവാക്കളെ അതിൽ കായിക രംഗത്തേക്ക് കൊണ്ടുവരുന്നു, അത് രാഷ്ട്ര നിർമ്മാണത്തിന് അതിന് ഏറ്റവും നല്ല ഒരു ഉപാധിയാണ്. അതാണ് അതിന്റെ വിഷൻ. പിന്നെ മിഷൻ എന്ന് പറയുന്നത്, അതിൽ നമുക്ക് ഇന്ത്യക്ക് നമ്മുടേതായ ഒരു കായിക സംസ്കാരം ഉണ്ട്. ഈ കായിക സംസ്കാരം നമ്മൾക്ക് എങ്ങനെ അത് നമ്മുടെ വളരെ അടിസ്ഥാനപരമായി ഗ്രാസ് റൂട്ടുകളിൽ തന്നെ എങ്ങനെ അത് കൊണ്ടുവരാം, ഈ കായിക സംസ്കാരം നമുക്ക് എങ്ങനെ വാർത്തെടുക്കാം, അതിൽ കൂടെ നല്ല ഒരു അടിത്തറ ഉണ്ടാക്കുന്നതിൽ കൂടെ ഗ്ലോബൽ എക്സലൻസിലും എക്കണോമിക് ഗ്രോത്തിനുമായിട്ട്, അതും സോഷ്യൽ പ്രോഗ്രസിനുമായിട്ട് എങ്ങനെ കൊണ്ടുവരാം. നമ്മൾ അടിത്തറ ഭാഗുന്നതോടുൾപ്പെടെ കായിക രംഗത്തേക്കുള്ള കൂടുതൽ കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ ഒന്ന് സ്പോർട്ടിംഗ് എക്സലൻസ്, നമുക്ക് ഒളിമ്പിക് നിലവാരത്തിൽ ഇന്ത്യയെ ഏറ്റവും വലിയ സ്പോർട്ടിംഗ് നേഷൻസ് ആയിട്ടൊന്ന് കൊണ്ടുവരിക. എക്കണോമിക് ഗ്രോത്തിന് കൂടെ നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് നമ്മുടെ കൂടി നമുക്ക് സ്പോർട്സിനെ ഉപാധിയാക്കുക. പിന്നെ സാമൂഹിക പരിഷ്കരണത്തിനും സാമൂഹിക മേന്മയ്ക്കും നന്മയ്ക്കും കൂടി സ്പോർട്സിനെ കൊണ്ട് ഉപകരിക്കുക. ഇങ്ങനെയെല്ലാം ഉള്ള സമഗ്രമായിട്ടുള്ള ഒരു കായിക നയമാണ് ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത
ഏറ്റവും പ്രായോഗികമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു കായിക നയമാണ് ഖേലോ ഭാരത് നീതി 25 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു മീഡിയ കോൺക്ലേവ് ആണ് ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. അതിൽ നല്ല ഒരു പാർട്ടിസിപ്പേഷൻ എല്ലാ മാധ്യമ രംഗത്തു നിന്നുള്ള പ്രഗത്ഭരും പല മീഡിയ ഹൗസസും പങ്കെടുത്തിരുന്നു. വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ നടന്നു. തീർച്ചയായിട്ടും ഇത് നമ്മൾ കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും കായിക രംഗത്തുള്ളവരെ ഇത് ബോധവൽക്കരിക്കാനായിട്ടുള്ള കൂടുതൽ പരിപാടികൾ തീർച്ചയായിട്ടും ആവിഷ്കരിക്കും. ഘടനാപരമായ കാഴ്ചപ്പാടും ഭാവിയിലേക്കുള്ള നിലപാടും ഉപയോഗിച്ച് ദേശീയ കായിക നയം 2025 ആരോഗ്യവാന്മാരും സജീവ പങ്കാളിത്തമുള്ളവരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൌരന്മാരെ സൃഷ്ടിക്കുന്നതിനൊപ്പം ആഗോളതലത്തിൽ ഒരു മുൻനിര കായിക രാഷ്ട്രമായി മാറുന്നതിനുള്ള പരിവർത്തന പാതയിലേക്ക് ഇന്ത്യയെ സജ്ജമാക്കുന്നു. നിങ്ങൾ കേട്ടത് ദേശീയ കായിക നയം ഖേലോ ഭാരത് നിധിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ.